റീപ്ലേസിന്റെ കണ്ടീഷനിൽ നമുക്ക് മുട്ടിനൊന്നും ചെയ്തെടുക്കാൻ പറ്റില്ല. മുട്ടുവേദന മുട്ട് തേയ്മാനത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും മുട്ടുവേദന എന്ന് പറയുന്നത് മുട്ടിന് വെയിറ്റ് ബെയർ ചെയ്യാൻ കഴിയാതാവുമ്പോൾ ഉണ്ടാവുന്നതാണ് കൂടുതലായിട്ട് വേദന വരുന്നത്. അവിടെ നമ്മൾ ഇനീഷ്യലി നമ്മൾ BMIക്ക് അനുസരിച്ചുള്ള വെയിറ്റ് നിലനിർത്തുക എന്നുള്ളതാണ്. ബോഡി വെയിറ്റിനെ കുറയ്ക്കുക. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ്, സ്ട്രെച്ചിങ് എക്സസൈസുകളും സ്ട്രെങ്തനിങ് എക്സസൈസുകളും അതേപോലെ നമ്മളെ ക്വാഡ്രിസെപ്സ് കാഫ് മസിലിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുക. മൂന്നാമത്തത് ചീര, പനീർ, പാല്, കോഴിമുട്ട, അതേപോലെ മുത്താറി പോലുള്ള ഫുഡുകൾ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ആഡ് ചെയ്യുക. അതേപോലെ വൈറ്റമിൻ D3 കിട്ടാൻ വേണ്ടിയിട്ട് രാവിലെ 10-നും 3-നും ഇടയിലുള്ള ഒരു ഹാഫ് ആൻ അവർ ഡെയിലി സൺലൈറ്റ് എക്സ്പോഷർ ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ തന്നെ ഇതെല്ലാ കാര്യങ്ങളും നടക്കണമെങ്കിലും ഒരു പ്രോപ്പർ ഹീലും റിപ്പയറും ശരീരത്തിന് നടക്കണമെങ്കിലും പ്രോപ്പർ സ്ലീപ്പും നിർബന്ധമായിട്ട് കിട്ടണം. അതും കൂടെ ചെയ്യുക. അതേപോലെ തന്നെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ മുട്ടുവേദന വരുന്ന സമയത്ത് തന്നെ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് എന്തൊക്കെയാണോ പ്രിവെൻഷനോ ട്രീറ്റ്മെൻറ്റോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ എടുക്കുക. അത് നമ്മളൊരു ONE 3rd സ്റ്റേജിലേക്കോ 4th സ്റ്റേജിലേക്കോ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റീപ്ലേസ് മാത്രമേ പറ്റുള്ളൂ. അത് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ നമുക്കൊരു വളരെ ഈസി ആയിട്ട് തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.